നമ്മളെ കണ്ടുപിടിക്കാൻ ധാരാളം മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. അത് ഏറ്റവും മികച്ചതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പല കാര്യങ്ങളിലും നമ്മൾ വളരെ മികച്ചതാണ്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ എല്ലാ ഗ്രാമത്തിലും വൃത്തിയായിട്ട് ടാർ ചെയ്ത നല്ല റോഡുകളില്ലേ, മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളത്തിന് ലഭ്യതയില്ലേ, അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ, മിക്കവാറും എല്ലാ വീട്ടിലും ടോയ്ലറ്റ്സ് ഉണ്ട്. അതൊക്കെ വലിയ വലിയ സൗഭാഗ്യങ്ങളാണ് മറ്റു പല നാടുകളിലും വെച്ച് നോക്കി കഴിയുമ്പോൾ. അതായത് നമുക്ക് അങ്ങനെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ വിദ്യാഭ്യാസം പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലും എനിക്ക് തോന്നുന്ന മലമ്പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ആദിവാസി മേഖലയിൽ പോലും പോയി അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ അത്തരം സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ വളരെ മുമ്പിലാണ്. എന്നാൽ നമ്മൾ ഒരു സംസ്ഥാനം എന്ന നിലയിൽ സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടോ? ഇല്ല. നമുക്കെപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നു, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതത്തെ മാത്രം ആശ്രയിച്ച് പോകേണ്ടി വരുന്നു. നമ്മളിവിടെ തൊഴിൽ കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ അധികം ഉണ്ടാകുന്നില്ല, നമുക്ക് വ്യവസായങ്ങളുണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന അവരുടെ ആ വലിയ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കേരളം പോരാ എന്ന് അവർ ചിന്തിച്ച് നാടുവിട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് കാലങ്ങളായിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഡിസിഷൻസും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും ഒക്കെ അതിന് കാരണങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ സംരംഭങ്ങൾ വരണം, പുതിയ സംവിധാനങ്ങൾ വരണം, പുതിയ ഫെസിലിറ്റികൾ വരണം, ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരണം എന്നിപ്പം ആർക്കും തർക്കമില്ലല്ലോ. ഒരു 5-10 കൊല്ലം മുമ്പ് വരെ റോഡിന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്രമന്ത്രിസഭയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ്, അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു. അത് വലിയ സംഭവമല്ലേ, മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം. അപ്പം ആരോ മന്ത്രിമാർ ചോദിച്ചു, എന്താണ് ചിരിക്കുന്നത്, എന്താണ് പതിവില്ലാതെ ചിരിക്കുന്നത്? അപ്പോൾ മൻമോഹൻ പറഞ്ഞു, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് വന്ന ഒരു റിപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഹൈവേക്ക് 45 മീറ്റർ വേണ്ട, 35 മതി എന്ന് എല്ലാവരും കൂടി പാസ്സാക്കിയിരിക്കുന്നു. ഈ പുള്ളി ചിരിക്കുന്നത്, ലോകത്തെല്ലാവരും ഞങ്ങളുടെ ഹൈവേയുടെ വീതി കൂട്ടണം, കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ച് തരണം എന്നും പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം